മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് പോകാം. ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു കുടുംബം ഇരിങ്ങാലക്കുട രൂപതയിലെ കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ ഇടവകയിലെ ഒരു കുടുംബം. നെരേപ്പറമ്പിൽ കുഞ്ഞിപ്പൈലൻ മാഷ് എന്ന് പറഞ്ഞാൽ കല്ലേറ്റുങ്കരക്കാരുടെ മുഴുവൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ലില്ലി 5 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞു. ദൈവം നൽകിയ 5 മക്കളെയും ദൈവിക സ്വഭാവത്തിൽ വളർത്തിയെടുക്കാൻ മാതാപിതാക്കന്മാർ കഠിനമായി യത്നിച്ചു. ഒരു സ്കൂൾ മാഷായി 30 വർഷത്തോളം മികച്ച അധ്യാപകനായി 10,000-കണക്കിന് ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച കുഞ്ഞിപ്പൈലൻ മാഷ്, 95 വയസ്സുള്ള ആ നല്ല പിതാവ്, ആ പിതാവ് രൂപപ്പെടുത്തിയ കുട്ടികളും മക്കളും ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ദൈവത്തെ പോലെ കരുതുന്ന അനുഭവം. ഈ കുഞ്ഞിപ്പൈലൻ മാഷയുടെ മകനാണ് മകളാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന മക്കൾ. ഈ മക്കളെ നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിലും കുഞ്ഞിപ്പൈലൻ മാഷയുടെ കെയർ ഓഫിലാണ് മക്കൾ അറിയപ്പെടുന്നത്. തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന മക്കൾ. ആ മക്കളുടെയും ഈ നല്ല പിതാവിൻ്റെയും വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് നെരേപ്പറമ്പിൽ NL പൈലൻ അഥവാ കുഞ്ഞിപ്പൈലൻ മാസ്റ്ററുടെ ഭവനം. തൃശൂർ ജില്ലയിലെ കല്ലേറ്റുങ്കരയിലാണ് ഇവരുടെ ഭവനം. ഇൻഫന്റ് ജീസസ് ചർച്ച് കല്ലേറ്റുങ്കര. ഇതാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് കുഞ്ഞിപ്പൈലൻ മാസ്റ്റർ. 95ന്റെ നിറവിലും മാസ്റ്റർ വളരെ സന്തുഷ്ടനാണ്. തൻ്റെ അടിയുറച്ച വിശ്വാസ ജീവിതം മാസ്റ്റർ തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഒരുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിപ്പിച്ചു. കുഞ്ഞിപ്പൈലൻ മാഷ് എന്നുവച്ചാൽ കല്ലേറ്റുങ്കരക്കാർക്ക് ഏറെ ജീവനാണ്. തൻ്റെ ശിഷ്യന്മാർക്കും മാഷിൻ്റെ ജീവിതം ഒരു പ്രചോദനമായിരുന്നു. ആ സ്നേഹബന്ധം അവർ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. കുഞ്ഞിപ്പൈലൻ മാഷ് എന്ന് പറഞ്ഞാൽ കല്ലേറ്റുങ്കരക്കാര് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന പേര്. ഈ മാസ്റ്റർക്ക് 95 വയസ്സായപ്പോൾ ശിഷ്യന്മാരെല്ലാവരും പത്രത്തിൽ പരസ്യം ചെയ്തു, ആശംസകൾ നേർന്നു, ഈ നല്ല ഗുരുവിൻ്റെ ഫോട്ടോ സഹിതം. വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് കുടുംബത്തിലും. ശിഷ്യന്മാരെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കരുതി അവരുടെ കണ്ണ് തെളിച്ചു കൊടുത്ത് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഒരു ഗുരു. ആ ഗുരുവിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ജീവിത പങ്കാളി മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷമായില്ലേ. ഈ ജീവിതത്തിനോടിടയ്ക്ക് ദൈവം നൽകിയ 5 മക്കളെ എങ്ങനെ വളർത്തി, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. അവിടെ മക്കൾ പഠിച്ചിരുന്നെങ്കിലും വീട്ടിൽ വന്നിട്ട് ഞാൻ പഠിപ്പിക്കാറില്ല. ആ മക്കളെ പഠിപ്പിച്ചത് മുഴുവനും
അവരുടെ അമ്മയാണ്. രാവുമില്ല പകലുമില്ല, എപ്പോഴും പഠിച്ചിട്ട് ഇരിക്കുക. ചിലപ്പോൾ ഞാൻ തന്നെ പറയും അവർ അവിടെ നിന്ന് വന്നില്ല, ഒന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ ഓരോ കുട്ടികളെയും മനസ്സ് വെച്ച് പഠിപ്പിച്ചു. ഒരാൾക്ക് ഇപ്പം മൂത്തവൾക്കാണെങ്കിൽ എല്ലാ കാര്യത്തിലും തൻ്റെ ഇടിയായിരുന്നു. അതുപോലെ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കിട്ടാണ്ട് വന്നാൽ മറ്റവരെ ശകാരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ, അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ മുടക്കമുള്ള ദിവസങ്ങളിൽ നേരത്തെ അനുപ്പിക്കും. പള്ളിയിൽ പോകാനും കൂദാശകൾ സ്വീകരിക്കാനൊക്കെ വളരെ ഇതായിരുന്നു. ദൈവവിശ്വാസം കാര്യമായിട്ട് പകർത്തിയത് അമ്മയാണ്. ഞാൻ തീറ്റ കൊടുത്തുന്നുള്ളൂ, പണിയെടുത്ത് തീറ്റ കൊടുത്തു, പക്ഷേ അവർക്ക് ജീവൻ കൊടുത്തത് അമ്മ. തീർച്ചയായിട്ടും അത് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം ഓരോ കുഞ്ഞിനെയും ഏൽപ്പിക്കുന്നത് അമ്മയാണ്. അമ്മയാണ് ഏറ്റവും ആദ്യം ഒരു കുഞ്ഞിനെ സ്പർശിക്കുന്നത്. ദൈവത്തിന് വേണ്ടി മക്കളെ വളർത്താനുള്ള ദൗത്യം അമ്മയെ ഏൽപ്പിക്കുകയാണ്. അമ്മയും അപ്പനും കൂടി ഒരേ മനസ്സോടെ അത് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ ദൈവിക ശുശ്രൂഷ. ഒത്തിരി ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കുഞ്ഞു പൈലൻ മാസ്റ്ററെ കുറിച്ച് ശിഷ്യനായ CM ജേക്കബ് സാറ്, റിട്ടയർ ചെയ്ത അധ്യാപകൻ, ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. എൻ്റെ 10ാമത്തെ വയസ്സിൽ 5ാം ക്ലാസ് ബിയിൽ കുഞ്ഞി പൈലൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന NL പൈലൻ മാസ്റ്ററുടെ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. ഇത്രയും നല്ലൊരു അധ്യാപകൻ എൻ്റെ ഞാനും ഒരു അധ്യാപകനാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അധ്യാപകനെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ 96 വയസ്സിൻ്റെ അടുത്തെത്തിയെങ്കിലും ഞാനൊരു ലേഖനം ഈ മാസത്തേക്ക് എഴുതിയിട്ടുണ്ട്. സെഞ്ചുറിക്ക് അരികെ ഒരു ഉണ്ണീശോ ഭക്തൻ. എപ്പോൾ സംസാരിക്കുമ്പോഴും ഉണ്ണീശോ എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം പറയുന്നത് പതിവായിരുന്നു. കാരണം ഉണ്ണീശോയെ അങ്ങേയറ്റം ബഹുമാനിച്ച ആരാധിച്ച നല്ലൊരു മനുഷ്യൻ. 90 വയസ്സ് വരെ അദ്ദേഹം ഈ ദേവാലയത്തിൽ നടന്നു വന്ന് കുർബാന കണ്ടിരുന്നു. അതിനുശേഷം വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വണ്ടിയിൽ മകൻ കൊണ്ടുവരും, കുർബാനയിൽ സംബന്ധിക്കും. ഇത്രയും നല്ല ഒരു അധ്യാപകൻ്റെ കീഴിൽ പഠിക്കാൻ കിട്ടിയതുകൊണ്ടാകാം അധ്യാപക വേഷത്തിൽ ഞാൻ ജീവിതം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കി മുമ്പോട്ട് പോയത്. ഇനി അവരുടെ കുടുംബത്തെ പറ്റി അറിയാം. കോവിഡ് കാലത്താണ് അവരുടെ അമ്മ മരിച്ചത്. ആ അമ്മ മരിച്ചതിന് ശേഷം അപ്പച്ചനെ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് തള്ളി നീക്കാതിരിക്കാൻ വേണ്ടി ഇത്രയും ഭീമമായ പ്രതിഫലം വാങ്ങിക്കുന്ന വിദേശ ജോലി രാജിവെച്ച് വന്നവരാണ് ജോബിയും ആളുടെ സഹോദരങ്ങളും. മക്കളുടെ ജീവിതത്തിലും അപ്പൻ്റെ ശീലങ്ങൾ അനുവർത്തിച്ചു പോരുന്നുണ്ട്. മക്കളെല്ലാവരും മാസത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. ഇതെല്ലാം മാഷി പഠിപ്പിച്ച ശീലങ്ങളാണ്. ഒപ്പം മക്കൾക്ക് നല്ലൊരു പിതാവും അധ്യാപകനും കൂടിയായിരുന്നു. ഞാൻ ലീന, മൂത്ത മകൾ. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് എടപ്പള്ളി അമ്പാട്ട് ഫാമിലിയിലേക്കാണ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ജോസഫ്, രണ്ടാമത്തെ മകൻ ലില്ലി. 2 പേരും വിവാഹിതരാണ്. മകൻ ജോസഫ് ജർമ്മനിയിലും മകൻ ലില്ലി ബാംഗ്ലൂരും സെറ്റിൽഡാണ്. ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നല്ല ക്രിസ്തീയ വിശ്വാസവും സ്വഭാവ സൽഗുണങ്ങളുമുള്ള ഒരു നല്ല ഫാമിലിയിൽ ജനിക്കാൻ അവസരം തന്ന സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ എന്നും കൃതജ്ഞതയുള്ളവരാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ എല്ലാ അവധി ദിവസങ്ങളിലും അപ്പൻ്റെ കൂടെ ലൈനായി പള്ളിയിൽ പോകുമായിരുന്നു. 1.5 കിലോമീറ്റർ നടന്ന് കല്ലേറ്റിക്കര ഉണ്ണിമിശിഹ ദേവാലയത്തിൽ പോകുമായിരുന്നു. അത് അപ്പന് നിർബന്ധമായിരുന്നു. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തിയിരിക്കണം. പിന്നെ ഏത് കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ഈശോയോട് പ്രാർത്ഥിച്ച അനുഗ്രഹം നേടിയതിന് ശേഷം മാത്രം തുടങ്ങണം. അത് നിർബന്ധമാണ്. അത് ഞങ്ങൾ ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് പ്രായക്കാരോടും, ചെറുപ്പക്കാരായാലും വലിയവരായാലും, അവരോട് ഇടപഴകാനും വേണ്ട കരുതൽ നൽകാനും
വേണ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്താനും അപ്പന് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പന് മറ്റുള്ളവരറിയാതെ വേണ്ടപ്പെട്ടവർക്ക് സഹായങ്ങൾ കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പന് കിട്ടുന്ന പെൻഷൻ്റെ ഭൂരിഭാഗവും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാവുകയും കഴിയുന്നവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പൻ. അപ്പൻ്റെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു പ്രചോദനമാണ്. എൻ്റെ പേര് ജോബി. ഈ വീട്ടിലെ 5 മക്കളിൽ രണ്ടാമത്തെ ആൾ, ആൺകുട്ടികളിൽ മൂത്തത്. ഞാൻ വിവാഹിതനാണ്. എനിക്ക് 3 മക്കൾ. 3 മക്കളിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ. മൂത്ത മകൻ എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് അവൻ സോഫ്റ്റ്വെയർ ജോലി ചെയ്യുകയാണ്, പൂനെയിലാണ്. രണ്ടാമത്തത് മകള്, അവൾ MBBS ഫൈനൽ ഇയർ ആയിട്ട് ഇപ്പോൾ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകനാണ് വിനയ് ജോസഫ്. അവൻ ഇപ്പോൾ ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ 10ാം ക്ലാസ് സ്റ്റുഡൻ്റാണ്. ഈ കുടുംബത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ അപ്പൻ നിരപ്പറമ്പിൽ കുഞ്ഞിപ്പൈലൻ മാസ്റ്റർ എന്ന ആളുടെ മകൻ എന്നുള്ള അഡ്രസ്സ് തന്നെയാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വിലമതിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. കാരണം അപ്പൻ ഉറച്ച ക്രൈസ്തവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതവും മൂല്യാധിഷ്ഠിതമായ കത്തോലിക്ക ജീവിതവും കൊണ്ട് സമൂഹത്തിൽ നേടിയെടുത്ത സൽപ്പേര് തന്നെയാണ് എൻ്റെ ഐഡൻറ്റിറ്റി. എനിക്ക് ചെറുപ്പം മുതൽ തന്നെ ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ച കൃത്യനിഷ്ഠ, സത്യസന്ധത, വിശ്വാസ്യത എന്നീ മൂല്യങ്ങൾ, അതുപോലെ തന്നെ അടിയുറച്ച ക്രിസ്തീയ വിശ്വാസം, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് നേരിടാനുള്ളൊരു ചങ്കൂറ്റം എൻ്റെ ഗ്രാൻഡ് പാരൻസിൽ നിന്നും എൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്നും ലഭിച്ച സ്നേഹവും അഭിവൃദ്ധിയിലേക്ക് തന്നെ നയിക്കാനും സഹോദരങ്ങളോടും എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാനും ഉള്ള ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ അപ്പനും അമ്മയും വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാറില്ല. അതായത് ദിവസവും രാവിലെ കൃത്യം 5:30 തന്നെ അപ്പൻ ഉണർന്നിരിക്കും. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൊറോണയൊക്കെ ആയപ്പോൾ ആണ് പള്ളിയിൽ പോവാതായത്. അതുവരെ ദിവസവും നടന്ന് പള്ളിയിൽ പോവും. 1.5 കിലോമീറ്ററോളം ഉണ്ട്. നടന്ന് പള്ളിയിൽ പോയി തിരിച്ചു വരും. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഇപ്പോൾ ആദ്യത്തെ കുർബാനയ്ക്ക് ഞങ്ങളും പോവും. 6 മണിക്ക് മൗനും ആൾത്താര സംഘത്തിലുണ്ട്. കുർബാന കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പനും ഇവിടെ ഗുഡ്നെസ്സിൽ 6 മണിയുടെ കുർബാന ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് 7 മണിയാവുമ്പോൾ പിന്നെ ആൾക്ക് കുറേ പ്രകൃതി വളരെ അധ്വാനശീലനാണ്. അതിനിപ്പോഴും ഈ 95 വയസ്സ് കഴിഞ്ഞിട്ടും അതിനൊരു കുറവില്ല. രാവിലെ ആടുകൾ, കോഴികൾ, അതിനൊക്കെ ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കാനും ആളുടെ ദിനചര്യ വളരെ കൃത്യമായിരുന്നു. ഞാൻ ബീന, മക്കളിൽ 3ാമത്തെ ആളാണ്. എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് ആൻ്റപ്പൻ, മൂർക്കനാട്, കണ്ണനായ്ക്കൽ കുടുംബാംഗമാണ്. ഞങ്ങൾ മുംബൈയിൽ സെറ്റിൽഡാണ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് മകൾ റോണിയ, അവൾ വിവാഹം കഴിഞ്ഞു. ഗോഡ്വിൻ കാലടി തോട്ടാപ്പള്ളി കുടുംബാംഗമാണ്. അവർ സിംഗപ്പൂർ സെറ്റിൽഡാണ്. 2ാമത്തെ മകൻ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവൻ ഞങ്ങളോടൊപ്പം മുംബൈയിലാണ്. പിന്നെ അപ്പനെയും അമ്മയുടെയും പറ്റി പറയുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനാ ജീവിതവും കഠിനാധ്വാനവും ഞങ്ങൾക്ക് എന്നും ഒരു മാതൃകയാണ്. അപ്പനെയും അമ്മയും പറ്റി പറയുകയാണെങ്കിൽ അപ്പൻ്റെ കഠിനാധ്വാനം, അപ്പൻ സ്കൂൾ മാഷായിരുന്നെങ്കിലും സ്കൂൾ കഴിഞ്ഞ് വന്നാലും ഒരു നിമിഷം അപ്പൻ വെറുതെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പാടത്തും പറമ്പിലും പശുക്കളും ആടുകളും ഒക്കെ ആയിട്ട്, അതുപോലെ മക്കളോടും എല്ലാവരോടും എപ്പോഴും പറയും, താൻ പാതി ദൈവം പാതി, താൻ പാതി എല്ലാം ദൈവം ചെയ്തു തരുമെന്ന് പറഞ്ഞത്. നിങ്ങൾ ഒന്നും കഠിനാധ്വാനം ചെയ്യാതിരുന്ന ഒരു കാര്യം നടക്കില്ല. താൻ പാതി ദൈവം പാതിയാണ് അപ്പൻ്റെ വാക്യം. അത് എല്ലാവർക്കും ഒരു മാതൃകയാണ് അപ്പൻ്റെ ഓരോ പ്രവൃത്തികളിലും. അപ്പോൾ അപ്പനെ പോലെ ഒരു അപ്പനായി ജീവിക്കാനാണ് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത്. എല്ലാ അനുഗ്രഹവും അപ്പനും എല്ലാവർക്കും എന്നും എല്ലാവരോടും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ള എപ്പോഴും നിർബന്ധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പനുള്ളത്. ഞാൻ JB, മക്കളിൽ 4ാമത്തെ ആളാണ്. ഞാൻ അബുദാബിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. എൻ്റെ ഭാര്യ ജിനി പെരിഞ്ചേരി തെക്കിനിയത്ത് കുടുംബാംഗമാണ്.
2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഇഷ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇവ്യ 4th പഠിക്കുന്നു. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ ഏറ്റവും എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ വാക്ക് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. ആ 2 വാക്കുകൾ വളരെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളായിരുന്നു. ഇന്നും ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പവർ ഈ വാക്കുകൾ തന്നെയാണ് എനിക്ക്. പിന്നെ അപ്പനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 5 മക്കളെന്നല്ല ഞാൻ പറയാം. അപ്പൻ പഠിപ്പിച്ച ഓരോ വിദ്യാർത്ഥികളും അപ്പന് മക്കളെ പോലെയായിരുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അപ്പൻ ചെയ്ത കാര്യങ്ങളും പലപ്പോഴും ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് തന്നെയാണ് ആ വിദ്യാർത്ഥികൾ ഇന്ന് അവർക്ക് 60, 70, 80 വയസ്സ് വരെയുള്ള വ്യക്തികളുണ്ട്. അവർ അപ്പനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അപ്പൻ ഞങ്ങളോട് പറഞ്ഞതിനേക്കാളും വളരെയധികം മോട്ടിവേറ്റഡ് ആണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ വീട് വച്ചിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്കായി പോകുന്ന സമയങ്ങളിൽ എന്നും രാവിലെ അപ്പൻ വിശുദ്ധ കുർബാന കണ്ടതിന് ശേഷം വീട്ടിൽ വന്ന് മക്കളുടെ പഠനകാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതുപോലെ തന്നെ വീട്ടിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് എന്ന് അന്വേഷിച്ചറിഞ്ഞ് അതെല്ലാം കൃത്യമായ സമയത്ത് തന്നെ എനിക്ക് കൊണ്ടുതരുമായിരുന്നു. അതുപോലെ തന്നെ വിദ്യാലയത്തിൽ എനിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പല സന്ദർഭങ്ങളിലും വളരെ വൈകിയാണ് എനിക്ക് വീട്ടിലേക്ക് എത്താൻ സാധിക്കുന്നത്. ആ സമയത്ത് മക്കൾ വിദ്യാലയത്തിൽ നിന്നും വരുന്ന സമയത്ത് മകളെ തിരക്കേറിയ റോഡിൽ നിന്നും ക്രോസ് ചെയ്ത് വരാൻ തന്നെ ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അപ്പൻ എല്ലാ പണികളും ഒഴിവാക്കി മക്കൾ വരുന്ന സമയത്ത് തന്നെ അത് കൃത്യമായി അവിടെ വന്ന് നിന്ന് മക്കളെ ക്രോസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നൽകി അവരെ നോക്കിയിരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ റീന, ഈ കുടുംബത്തിലെ ഇളയ മകൾ. എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് ജോയ്, ഇരിഞ്ഞാലക്കുട കണ്ടംകുളത്തി കുടുംബാംഗം. ഇളയ മകളായതിനാൽ അപ്പന് എന്നോട് പ്രത്യേകമായൊരു സ്നേഹവും മമതയും ഉണ്ടായിരുന്നു. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരികയും മക്കൾക്ക് സതുപദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. അപ്പനെ പറ്റി ഓർക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും 4 മണിക്ക് കൊന്ത ചെല്ലിയതിനു ശേഷം പാടത്തെയും പറമ്പിലെയും പണികൾക്ക് പോവുകയും അതിനുശേഷം തിരക്കിട്ട് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതിനായി പോകാറുണ്ട്. അധ്യാപക വൃത്തിക്ക് ശേഷം വീട്ടിൽ വന്ന് അമ്മയെയും മക്കളായ ഞങ്ങളെല്ലാവരെയും കൂട്ടി പറമ്പിലെയും പാടത്തെയും പണികളിൽ ഏർപ്പെടുത്താറുണ്ട്. എല്ലാ ദിവസവും എത്ര നേരം വൈകിയാലും നാട്ടുവിശേഷങ്ങൾ അറിയാൻ അപ്പൻ അങ്ങാടിയിൽ പോകുന്ന ഒരു പതിവുണ്ട്. തിരിച്ചു വരുമ്പോൾ അപ്പൻ്റെ മടിയിലെ പൊതി ഞങ്ങൾക്ക് എനിക്കാണത് തരാറുള്ളത്. അത് തുല്യമായി എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കണമെന്ന് അപ്പന് നിർബന്ധമായിരുന്നു. അതിൽ നിന്ന് ഷെയറിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങളെ അപ്പം പഠിപ്പിച്ചിരുന്നു. അപ്പനും അമ്മയും അത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മകൾ ആനറ്റ് ഡൽഹിയിലും മകൻ ആൻ്റണി പോൾ ഖത്തറിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൻ ഒരു ഉണ്ണീശോ ഭക്തനാണ്. എല്ലാ അവസരങ്ങളിലും അപ്പൻ ഉണ്ണീശോയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അധികവും സംസാരിക്കാറ്. ഉണ്ണീശോയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ ഏത് ആപത്ഘട്ടങ്ങളിലും അവിടെ നിന്ന് അനുഗ്രഹം ചൊരിയുമെന്ന് അപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളായ ഈസ്റ്ററിനും ക്രിസ്മസിനും പെരുന്നാൾക്കും ഞങ്ങളെല്ലാ കുടുംബാംഗങ്ങളും ഒത്തുകൂടുകയും ആ പ്രത്യേക അവസരം വിഭവസമൃദ്ധമാക്കാൻ വേണ്ടി അപ്പൻ മക്കളെയും പേരക്കുട്ടികളെയും കൊണ്ട് മാർക്കറ്റിൽ പോവുകയും ഈ പ്രായത്തിലും ഈ പതിവ് തുടരുന്നുണ്ട്. കൊച്ചുമക്കളെ തൻ്റെ ഒപ്പമിരുത്തി അവരെ കൊഞ്ചിക്കുമ്പോൾ അപ്പച്ചൻ കൂടുതൽ ചെറുപ്പമാവുകയാണ്. എൻ്റെ പേര് ഇഷ. ഞാൻ ഇവിടുത്തെ 4ാമത്തെ മകൻ്റെ മോളാണ്. ഞാൻ 10th പഠിക്കണത്. സോ അപ്പാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പാപ്പനാണ് നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും മോസ്റ്റ് എനർജറ്റിക് വൺ. ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ഗ്യാങ്ങൊക്കെ ഒന്നിച്ചു കൂടുമ്പോഴൊക്കെ അപ്പാപ്പൻ ഇപ്പോൾ ഡാൻസ് കളിക്കാനായാലും അതുപോലെ തന്നെ പാട്ട് പാടാനൊക്കെ ആയാലും അപ്പാപ്പനെ വിളിച്ചാൽ അപ്പാപ്പൻ എന്തായാലും ഉണ്ടാവും. അപ്പാപ്പനായിരിക്കും അതിൽ സ്റ്റാർ.
പിന്നെ നമ്മളെ ചിരിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ആൻറ്റിമാരുടെയും അപ്പയുടെയും ഒക്കെ പഴയകാല സ്റ്റോറീസൊക്കെ പറഞ്ഞ് നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നല്ല അഡ്വൈസസ് ഒക്കെ തരാറുണ്ട്. അതുപോലെ തന്നെ എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ അപ്പാപ്പയുടെയും അമ്മാമ്മയുടെയും ബ്ലെസ്സിങ് ഇല്ലാണ്ട് പോകാറില്ല. ആ ബ്ലെസ്സിങ് എപ്പോഴും നമ്മുടെ എക്സാമിൽസിലും അതുപോലെ തന്നെ പഠിത്തത്തിലും എല്ലാം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പാപ്പൻ നമുക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റേതായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ പേര് വിനയ് ജോസഫ് ജോബി. ഞാൻ ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ 10th പഠിക്കുന്നു. ഞാൻ ജനിച്ച നാൾ മുതൽ ഞാനും എൻ്റെ സിബ്ലിങ്സും അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടെ തറവാട്ടിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അപ്പാപ്പൻ ഭയങ്കര എനർജിയാണ് എപ്പോഴും. പിന്നെ അപ്പാപ്പനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ബൈബിളിലൊരു വചനമാണ്, നരച്ച മുടി മഹത്വത്തിൻ്റെ കിരീടമാണ്, സുഹൃതപൂർണമായ ജീവിതത്തിലൂടെയാണ് അത് കൈവരുന്നത്. സുഭാഷിതങ്ങൾ 16:31. അപ്പാപ്പനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വചനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പാപ്പൻ്റെ ഈ വയസ്സിലും അപ്പാപ്പന് ഒരു മഹത്വമുണ്ട്. അത് അപ്പാപ്പൻ എപ്പോഴും ജീവിതകാലത്തിൽ എല്ലാ കാര്യത്തിലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചും ആശ്രയിച്ചും ജീവിച്ചൊരു കൊണ്ട് മാത്രമാണ് ഇത്. അതിൽ എനിക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. കാരണം ഞാൻ എന്ത് കാര്യം അപ്പാപ്പൻ്റെ അടുത്ത് പറഞ്ഞാലും അപ്പാപ്പൻ പറയുക, നീ നിൻ്റെ ഭാഗം ചെയ്യുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം നന്നായി നടക്കുമെന്നാണ്. എൻ്റെ പേര് ദിവ്യ. ഞാൻ 4ാം ക്ലാസ്സിൽ ക്രൈസ്റ്റിൽ പഠിക്കുന്നു. എനിക്ക് അപ്പാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പാപ്പൻ നല്ല എനർജറ്റിക് ആണ്. പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേസൊക്കെ അപ്പാപ്പന് നല്ല ഓർമ്മയുണ്ടാവും. അപ്പാപ്പന് അതൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കുർബാന കണ്ട് കഴിയുമ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പാപ്പൻ ഞങ്ങൾക്ക് തരുന്ന ഒരു ഫസ്റ്റ് ഗിഫ്റ്റാണ് അപ്പാപ്പൻ്റെ വകയുള്ളൊരു ബൊക്കെ. അത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് അവിടെ തന്നെ ഗാർഡനിലത്തെ പൂക്കളൊക്കെ പറിച്ച് ഇലയൊക്കെ വെട്ടി അങ്ങനെ അപ്പാപ്പൻ്റെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റിയിലാണ് അപ്പാപ്പൻ അത് ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങാനും അപ്പാപ്പൻ്റെ അടുത്തേക്ക് ഒന്ന് കാണാനെങ്ങാനും പോയാൽ അപ്പാപ്പൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തന്നിട്ടേ വിടുള്ളൂ. ഹൃദയം തേടിടും സ്നേഹമേ നീ കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ പള്ളി ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ പ്രിയ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരനച്ചൻ ഈ കുടുംബത്തിൻ്റെ നന്മയിലേക്ക് പോകുമ്പോൾ വാചാലനാവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. സെഞ്ചുറിയുടെ അടുത്ത് നിൽക്കുന്ന പൈലം മാഷ് ഈ ഇടവകയുടെ അഭിമാനവും സന്തോഷമാണ്. പള്ളി അത്രമാത്രം സ്നേഹിക്കുന്ന, തമ്പുരാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന 5 മക്കളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ നല്ലൊരു അപ്പൻ, നല്ലൊരു അധ്യാപകൻ, അതിനേക്കാളെല്ലാം ഉപരി ഒരു വിശ്വാസി. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ അപ്പനെ ഈ 5 മക്കളും ഒരുപോലെ സ്നേഹിക്കുന്നത്. ഈ അപ്പച്ചൻ്റെ കാര്യത്തിൽ, അപ്പൻ്റെ കാര്യത്തിൽ മക്കൾക്കുള്ള താല്പര്യം ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഒരു കുറവും വരുത്താണ്ട്, ഒരു ബുദ്ധിമുട്ടും വരുത്താണ്ട് ഈ അപ്പനെ പരിപാലിക്കുകയാണ്. അമ്മ കോവിഡ് കാലഘട്ടത്തിൽ കടന്നുപോയി. പക്ഷെ അപ്പനെ ഒരിക്കലും അനാഥനാക്കിയില്ലവരാരും. ഒരു സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തും. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. സംഗീതം കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു.
ഇതാണ് നേരെപ്പറമ്പിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ഒരു മനോഹര ഗാനം. ഇന്ന് ഉള്ള എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാ മക്കൾക്കും പ്രായമായ മാതാപിതാക്കളെ അനുഗ്രഹമായി കരുതി കരുതലുള്ളവരാകണം എന്ന ഒരു നല്ല സന്ദേശം ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കൾ കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി ഈ കല്ലേറ്റുംകരയിൽ നെരേപ്പറമ്പിൽ കുടുംബത്തിൽ ആയിരിക്കുവാണ്. സ്വർഗതുല്യമായ അനുഭവം, പരസ്പരം മനസ്സിലാക്കാൻ കഴിവുള്ള, സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും കരുതലുള്ളവരാകുവാനും കരുണയുള്ളവരാകുവാനും പ്രകൃതിയോടും സകല ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുന്ന ദൈവത്തിൻ്റെ ആ കരുണയുടെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു നല്ല മാസ്റ്റർ, ജീവിത പങ്കാളിയും മാസ്റ്ററും ദൈവത്തോട് ചേർന്ന് നടത്തിയ തീർത്ഥയാത്രയുടെ അനുഭവമാണ് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കൃപ. ഈ കല്ലേറ്റുംകര പരിസരങ്ങളിലുള്ള ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഹൃദയത്തോട് ചേർന്ന് ഗുഡ്നസ് TV എല്ലാ ആശംസകളും ഈ നല്ല പിതാവിനും ഈ കുടുംബത്തിനും നേരുന്നതോടൊപ്പം ഗുഡ്നസ് TVയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നല്ല ഒരു കുടുംബത്തിൻ്റെ നന്മയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക.
ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.